എൻ്റെ പേര് വത്സല രാമചന്ദ്രൻ എന്നാണ്. ഞാൻ ചെങ്ങന്നൂർ താലൂക്കിൽ വെൺമണി പഞ്ചായത്ത് പുന്തല പ്രദേശത്താണ് എൻ്റെ താമസം. മനോഹരമായ ഒരു കൊച്ചു ഗ്രാമമാണ് എൻ്റെ പുന്തല എന്ന ഗ്രാമം. ഞാൻ ചെറുപ്പം മുതൽ തന്നെ എനിക്ക് കൃഷിയോട് ഏറ്റവും വലിയ താല്പര്യമായിരുന്നു. എനിക്ക് എല്ലാ വക കൃഷികളും ഞാൻ ചെയ്യുന്നുണ്ട്. കിഴങ്ങ് വർഗ്ഗ വിളകളായാലും നെൽകൃഷിയായാലും പച്ചക്കറികളായാലും എല്ലാവിധ കൃഷികളും ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാം നടുന്നതായിട്ടുള്ള ആദ്യത്തെ ദൃശ്യങ്ങളൊന്നും തന്നെ എനിക്ക് കാണിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി പോയി. വീണ്ടും ഞാൻ ഇനിയും ചെയ്യുമ്പോൾ ആദ്യം മുതലുള്ള എല്ലാ വീഡിയോകളും ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ എനിക്ക് കാബേജ്, കോളിഫ്ലവർ, ചീര, പാലക്ക് ചീര, ബീട്രൂട്ട് ഇങ്ങനെ എല്ലാ വക കൃഷികളും ഉണ്ട്. ഇപ്പോൾ പിന്നെ കുറേ പാവൽ കൂടി ഞാൻ നട്ടിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം വീഡിയോകളും ഞാൻ പിന്നാലെ നിങ്ങളെ എല്ലാവരെയും കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ചീരകൃഷി ചെയ്തു. അത് വിളവെടുക്കാൻ പാകമായി. കുറേ പേര് അത് കണ്ടുകൊണ്ട് കുറേ ചീര വേണമെന്ന് ആവശ്യപ്പെടുകയും ഞാൻ ഇന്ന് അതിൻ്റെ ആദ്യത്തെ വിളവെടുപ്പ് നടത്തുകയും 10 കെട്ട് ചീര ഞാൻ ഇന്ന് 10 പേർക്കായി വിൽക്കുകയും ചെയ്തു. അപ്പോൾ അതുപോലെ ഇനിയും ബാക്കിയും കൃഷിയിൽ കൂടാണ് എനിക്ക് പോകുന്നത് ഏറ്റവും വലിയ താല്പര്യം. എനിക്ക് കൃഷി ഒരു ജീവിത മാർഗം കൂടിയായിട്ടാണ് ഞാൻ നേരത്തെ മുതലേ തുടങ്ങിയിരുന്നത്. ഒരു നെൽകൃഷിയാണെങ്കിൽ പോലും 10 ഏക്കർ 15 ഏക്കർ ഞാനും എൻ്റെ ഭർത്താവും കൂടിയാണ് കൃഷികളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അത് സപ്ലിക്കോയ്ക്ക് നെല്ല് വയ്ക്കുകയും പൈസ വാങ്ങിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഈ വർഷം കഴിഞ്ഞ വർഷത്തെ കാലാവസ്ഥ മോശമായതിനാൽ ഈ വർഷം ഞാൻ നെൽകൃഷി ചെയ്തില്ല. ഇനിയും അടുത്ത വർഷം കാലാവസ്ഥ നല്ലതെങ്കിൽ വീണ്ടും നെൽകൃഷി തുടങ്ങും. ഇത്രയൊക്കെയാണ് ഇപ്പോൾ എനിക്ക് നിങ്ങളോടായിട്ട് പറയാനുള്ളത്. പിന്നെ എന്നെ വെള്ളം ഈ മോട്ടർ അടിക്കാനും കറണ്ട് ഓണാക്കി തരാനും ഓസിട്ട് വെള്ളം അടിക്കാനും ഒക്കെ എൻ്റെ കൊച്ചു മകൻ എൻ്റെ കൂടെ ഉണ്ട്. 6 വയസ്സുള്ള ഒരു കൊച്ചുമകനാണ്. അവൻ്റെ പേര് ഋഷികേശൻ എന്നാണ്. അപ്പോൾ ഒരാളുടെ സഹായം കൂടെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഓസിട്ട് വെള്ളം അടിക്കാനും ഒക്കെ പറഞ്ഞ് എപ്പോഴും ആ കുഞ്ഞ് എൻ്റെ കൂടെ വന്ന് എന്നെ സഹായിക്കാറുണ്ട്. ഞങ്ങൾ രണ്ടും കൂടെയാണ് ഇവിടെ ഇപ്പോൾ കൃഷി നടത്തുന്നതും എല്ലാവിധ സഹായങ്ങളും കുഞ്ഞും ചെയ്തു തരാറുണ്ട്. അവനാണ് എന്നോടൊപ്പം ഈ നിൽക്കുന്നത്. ബാക്കി ഇനിയും മുന്നോട്ട് പോകുന്നതിന് എനിക്ക് ബാക്കി നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധമായ സഹകരണങ്ങളും സപ്പോർട്ടുകളും ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു.